കൊല്ലത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആളുകളെ ഭീതിയിലാക്കുകയാണ് കാട്ടാനക്കൂട്ടം. കർഷകരും തോട്ടം മേഖലയിലെ തൊഴിലാളികളും ജീവൻ പണയം വെച്ചാണ് പുറത്തിറങ്ങി നടക്കുന്നത്. ആനകളുടെ ആക്രമണം ഒഴിവാക്കാൻ ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ലിജോ റോളൻസിന്റെ റിപ്പോർട്ട്. അടുത്ത പിടിയാന ഇറങ്ങിയിട്ടുണ്ട്. ഒരു കൊമ്പനേ ഉള്ളൂ, മറ്റേ രണ്ട് കൊമ്പ. പെട്ടെന്ന് ആ കൊച്ചിനെ വിളിച്ചോണ്ട് പോ. കൊല്ലം പത്തനാപുരത്തെ മലയോര മേഖലയിൽ കാട്ടാനയുടെ ശല്യം കുറച്ചധികം നാളായി വലിയ രൂക്ഷമാണ്. കർഷകരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. എലപ്പക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ കുറച്ച് കർഷകരൊക്കെ നമ്മോട് ചേരുന്നുണ്ട്. ഇതിനോടടുത്ത സ്ഥലങ്ങളിൽ ആന വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടതെന്ന് പറയുന്നത്. ഇവിടെ ഈ കാട്ടാനയുടെ ശല്യം രൂക്ഷമായ സ്ഥലങ്ങളാണ്. കൂട്ടത്തോടെ പലപ്പോഴും എത്തിയാണ് വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടാകുന്നത്. കാട്ടാനയുടെ ശല്യം കുറച്ച് നാളായിട്ടാണോ രൂക്ഷമായിട്ടുള്ളത്? പണ്ടുണ്ടോ? ഒരു 10 വർഷത്തിനകത്തേ ഉള്ളൂ. 10 വർഷത്തിനകത്താണ് ഈ ശല്യം ആയത്. അതിനുമ്പത്തെ ശല്യമേ ഇല്ലായിരുന്നു. കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു വകയും ചെയ്യാൻ നോക്കിയല്ലേ. വാഴ കൊലയൊക്കെ കണ്ട് അവിടെ കണ്ടില്ലയോ, അത് ഒടിച്ചിട്ടേന്ന് കൊല അരവിളമാകുമ്പോഴത്തേനും എല്ലാം വന്ന് വലിച്ചൊടിച്ചിട്ട് മൊത്തം നശിപ്പിക്കുക. ഒരുപാട് നാശം ചെയ്തു. ഇപ്പോൾ കൈത അവിടെ ഞാൻ വന്ന വഴിക്ക് കൈത കണ്ടില്ല. കൈത എല്ലാം റോഡിൽ നിന്നുകൊണ്ട് എല്ലാം വലിച്ച് പറിച്ചങ്ങിട്ട് കരിച്ചൊക്കെയൊക്കെ എടുത്ത് നിന്നുകൊണ്ട് പോവുക. ഈ വലിയ നഷ്ടമാണല്ലേ ഉണ്ടാക്കുന്നത്. വലിയ തുകയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കിട്ടുന്നില്ല. ഭയങ്കര നഷ്ടം ഉണ്ടാകുന്നത്. പണ്ട് റബ്ബറിനോട് പോലും ശല്യമില്ലായിരുന്നു. ഇപ്പം റബ്ബർ പോലും തെള്ളിയിട്ടിട്ട് അതിൻ്റെ ഇല ഉരുത്തിന്നു. പണ്ട് റബ്ബറിനോടൊന്നും വലിയ ശല്യമില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ശല്യം. ഇത് കൃത്യമായിട്ട് അധികാരികളെ അറിയിക്കാൻ കഴിയുന്നുണ്ട്. അത് മൊബൈലിൽ റേഞ്ച് ഉണ്ടെങ്കിലല്ലേ ആരെങ്കിലും വിളിക്കാൻ നോക്കൂ. അതാ തീരെ ഇല്ല. പിന്നെ സോളാർ ഇട്ട് തന്നാൽ വലിയ കാര്യമായിരുന്നു. അവർ ചെയ്യുന്നില്ല.